സംബന്ധിച്ചിടത്തോളം പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കൊക്കെ അറിയാം. യോഗം പിടിച്ചു കഴിഞ്ഞാൽ 5 or 6 അതല്ലെങ്കിൽ ക്യാമ്പിലൊക്കെ ആ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഉദ്ദേശിക്കുന്നു. ഏറ്റവും ദുർബലമായ ഒരു ജില്ലയായിരുന്നു വയനാട്. ആ വയനാട് ജില്ലയിൽ മലബാറിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സംവിധാനമായി നമ്മൾ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വലിയ ഘടകമായത് അധികാരത്തിന് വേണ്ടി പാർട്ടിയെ പുലർത്തിയ ഖാസിം അഹമ്മദിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ദുരന്തമായിട്ട് അവർക്ക് മന്ത്രി അതുപോലെ സംവിധാനങ്ങളുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സൗകര്യം കിട്ടും എന്നാണ് വയനാട്ടിലെ പാവപ്പെട്ട ആളുകളെ അവിടെ പോകുന്നത്. ഒന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു വരുമ്പോൾ കൂടെ നിന്നുകൊണ്ട് കട്ടക്ക് കൂടെ നിന്ന് അവരോടൊപ്പം ചേർന്ന് പ്രതിരോധിക്കുന്ന, സഹായിക്കുന്ന, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വിഭാഗം നാഷണൽ ലീഗിന്റെ പ്രവർത്തകന്മാരും ഭാരവാഹികളുമാണ് വയനാട്ടിൽ. അത് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? അത് ബോധ്യപ്പെട്ടത് ദുരന്തം വിതച്ച ഭൂമി, അത് ഭൂമിയിൽ നിന്നും ആകെ വൈപ്പോട്ട് ചെയ്യപ്പെട്ടു. രാത്രി 1:30 മണിക്ക് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. ആ ചെറിയ ഉരുൾപൊട്ടലിൽ വെള്ളം വന്ന് നിറഞ്ഞ് ഒരു ഡാം പോലെ മാറിയ ഉഞ്ചിരിമറ്റം എന്ന് പറയുന്ന 3 മലകളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശം ഈ വെള്ളത്തിന്റെ ശക്തി വലിയ കുന്നോളം വരുന്ന കല്ലുകളുടെ ആ തകർച്ചയുടെ ആഘാതത്തിൽ കുന്നും മലകളും വെള്ളവും ഒരുമിച്ച് വന്നിട്ടാണ് ഈ ആളുകളെ മുഴുവൻ കൊണ്ടുപോയി. 3 മണിക്ക് തകർന്നാൽ ഒരുപക്ഷെ 3:10 വലിപ്പം, ആ വേഗതയുടെ ശക്തി എത്രമാത്രമാണ് നിങ്ങൾക്കറിയാം. ആ കാടിൽ നിന്ന് മയ്യത്തുകൾ കിട്ടുകയാണ്. 3 മണിക്ക് ഉണ്ടായ സംഭവത്തിന്റെ മയ്യത്തുകൾ 5:30ക്കും 6 മണിക്കും നമുക്ക് കിട്ടുകയാണ് നിലമ്പൂരിലെ കാര്യം. അത് വയനാട്ടിൽ നിന്ന് 90 എയർ ഡിസ്റ്റൻസിൽ 90 കിലോമീറ്റർ ദൂരെയാണ്. എന്ന് മാത്രം പറയാനാണ് ഞാൻ ഇത്രയും കാര്യം. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾ. ആളുകൾക്ക് എന്താ സമയത്തിൽ വന്നുകൂടെ? നമ്മൾ വരണ്ടേ? വന്നില്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ളവർ മാത്രമാണോ നമ്മൾ ഓരോരുത്തരും? അതോടുകൂടി വയനാട്ടിൽ ഈ സത്യം തിരിച്ചറിഞ്ഞ മുഴുവൻ ആളുകളും നമ്മൾ പോകുന്നത്. വയനാട്ടിൽ മാത്രമല്ല, ഉരുൾപൊട്ടൽ ഉണ്ടായത് വയനാട്ടിലാണ്, വയനാട് കേരളത്തിലാണ്. കേരളത്തിനും പുറത്താണ് ലക്ഷദ്വീപ്. കേട്ടറിഞ്ഞും കേരളത്തിലേക്ക് വന്നു ഞങ്ങൾ സേഠ് സാഹിബിന്റെ യഥാർത്ഥ അനുയായികളെ, യഥാർത്ഥ നേതൃത്വത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പത്രസമ്മേളനം നടത്തി. ലക്ഷദ്വീപിലെ പാർട്ടി ഘടകം സേഠ് സാഹിബിന്റെ INL അനുസരിച്ചുകൊണ്ട് ആ പക്ഷത്തോടൊപ്പം നവംബർ മാസം 3-ാം തീയതി അവിടെ വലിയ സമ്മേളനം നടക്കുകയാണ്. കവരത്തിരി എന്തിനാ അത്ര വൈകിച്ച്? കേരളത്തിൽ നേതാക്കൾ ചെല്ലാനാണ്. കേരളത്തിൽ നേതാക്കൾ പോകണമെങ്കിൽ ആദ്യം PCC എടുക്കണം, പിന്നെ ലക്ഷദ്വീപിന്റെ പെർമിഷൻ എടുക്കണം. ഈ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക്
7000 വോട്ട് കിട്ടുന്ന ആളുകളാണ് അവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോകാറുള്ളത് എന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കണം. 6000 മുതൽ 7000 വരെ വോട്ട് കിട്ടുന്ന ആളുകളാണ് പാർലമെന്റിലേക്ക് പോകുന്നത്. അത്രേ അവിടെ ജനസംഖ്യ ഉള്ളൂ. അത്രമാത്രം ജനസംഖ്യ ഉള്ള ഇടത്താണ് വലിയൊരു പ്രസ്ഥാനമായി നമ്മൾ മാറാൻ പോകുന്നത് എന്നതുകൂടി നമുക്ക് മുമ്പിൽ ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ഇതിന്റെ ട്രഷറർ സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ ബഷീർ അഹമ്മദ് സാഹിബും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായ മുഴുവൻ ആളുകളും വയനാട്ടിലേക്ക് വന്നു, കോഴിക്കോട്ട് വന്നു. നമ്മൾ സ്വീകരിച്ചു, വയനാട്ടിൽ കൊണ്ടുപോയി. 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ ബഷീർ അഹമ്മദ് സാഹിബ് നിർവഹിച്ചു. 3ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം അടുത്ത് തന്നെ നടന്നു. വലിയ സംഘാടന ശേഷിയും വലിയ സാമ്പത്തിക പിന്തുണയും അതുപോലെ തന്നെ വലിയ അധികാര പങ്കാളിത്തവും ഒന്നുമില്ലാതിരുന്നിട്ടും ഇഖ്ലാസ് മാത്രം കൈമുതലാക്കി, ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രം കൈമുതലാക്കി ഒരു കൂട്ടം പ്രവർത്തകന്മാർ ഇതിനെ നയിച്ചു മുന്നോട്ട് പോകും. നിങ്ങളിൽ ഒരാളായ ഞാൻ എന്നേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ആദരണീയ വളരെ മുകളിൽ നിൽക്കുന്ന ആദരണീയനായ ബഹുമാന്യനായ മാത്രം ആ നിലയിൽ ഉള്ള ഒരു നേതൃത്വമാണ് നമുക്ക്. ആ വലുതുകൾ നിങ്ങൾക്ക് മുന്നിൽ കണ്ടു കഴിഞ്ഞു. നമുക്കൊന്നും ഞാൻ പോകുന്നു. ആ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിനെടുത്ത ചില തീരുമാനങ്ങൾ വിശദീകരിക്കണം എന്നതുകൊണ്ട് മാത്രമാണ്. എത്രയാണ് നമ്മൾ കൊടുത്തത്? എത്രയാണ്? നമ്മൾ 14 കുടുംബങ്ങൾക്ക് വീട് കൊടുത്തു. ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള മിനിമം ചെലവ് 15,000 കണക്കാണ്. ആ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് 1,80,000 രൂപ ഈ നിലയിൽ മാത്രം. കുടുംബത്തിന് 1,80,000 വെച്ച് കൊടുത്ത് എത്ര ലക്ഷം വേണം? 90 ലക്ഷം. ലീഗ് എത്രയൊക്കെ കൊടുത്തത്? 65 ലക്ഷം. അപ്പൊ ഏത് പാർട്ടിയാണ് വലിയത്? 65 ലക്ഷം കൊടുത്ത പാർട്ടി വലുത്, 90 ലക്ഷം ചെലവാക്കാൻ തീരുമാനിച്ചതല്ല, അതിനുള്ള പണികൾ നടത്തി പാതി വഴിയിലെത്തിയ പാർട്ടി വലുത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കുന്നത് കള്ളത്തരത്തിന്റെയും അഴിമതിയുടെയും കൊടിയ വഞ്ചനയുടെയും ആളുകൾ കുടുംബങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു പോയി. അനാഥരായി 10,000 ആളുകൾ. ആ ആളുകൾക്ക് മുഴുവൻ വീട് ഇല്ലാത്തവർക്ക് വീട്, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രചാരണം നടത്തുന്നത്. അതിന് ഫണ്ട് വേണം. എല്ലാ സ്ഥലത്തുനിന്നും വിളിച്ചു. പള്ളി മേറാബുകളിൽ നിന്നും ഇമാമുമാർ ഭയന്ന് പറഞ്ഞുകൊണ്ടാണ് കോടികൾ കിട്ടി. ആ കോടി ജനറൽ സെക്രട്ടറി അതിന്റെ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചു, എന്ത് ചെയ്തു ആ പണം? ചോദിച്ചതിന് അദ്ദേഹം കടലോര മേഖലയെ ആ സുനാമിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതല്ല, ഞങ്ങൾ തന്നെ ചെയ്യും എന്ന് ലീഗ് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രി UDF ആണ്. അത് മനസ്സിലാക്കണം. UDFന്റെ മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് പോലും കൊടുക്കാതെ അവർ സ്വയമേവ പിരിച്ചെടുത്തു. ആ സ്വയമേവ പിരിച്ചെടുത്ത ഫണ്ട് എന്തു ചെയ്തു എന്ന് ഇതേ KT ജലീൽ പരസ്യമായും മാധ്യമങ്ങളിലൂടെയും ചോദിച്ചു. അതിന് മറുപടി ഉണ്ടായില്ല. കേരളത്തിലെ സുനാമി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്ത പ്രസ്ഥാനങ്ങളുടെ പേര് പറയാമോ? അതിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന ജനസഭ നമ്മുടെ പ്രിയങ്കരനായ PK ഷാഹുൽ അമീദായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം ലീഗിലേക്ക് പോയി. ആ നാഷണൽ യൂത്ത് ലീഗ് ഫണ്ട് കൊടുത്തത് മുസ്ലിം ലീഗ് കൊടുത്തില്ല. അവസാനിച്ചില്ല. തത്വ ഫണ്ട് നമ്മൾ അറിയും, ഉന്നാവ ഫണ്ട് നമ്മൾ അറിയും. 2 യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ കോടതി കയറി ഇറക്കാം. എന്താ കാര്യം? തത്വയും ഉന്നാവയും പറഞ്ഞുകൊണ്ട് കേരളത്തിലാകമാനം അവർ പിരിവ് നടത്തി. ഈ ഫണ്ട് എന്ത് ചെയ്തു എന്ന് ഒരാൾ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോ അവർ കോടതിയിൽ ഇത് തെളിയിക്കാൻ വേണ്ടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ആ മരിച്ച പെൺകുട്ടിയുടെ കുടുംബങ്ങളും പീഡനത്തിനെതിരായ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പിരിവ് നടന്നിട്ടുണ്ട് കേരളത്തിന്, ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ലേ? വയനാട് പറഞ്ഞു. ഇപ്പോ ലീഗിന്റെ ഫണ്ടിലേക്ക് ആപ്പിലൂടെ 30 കോടി രൂപ വന്നിരിക്കുന്നു. യൂണിറ്റുകൾ തിരിച്ചെടുത്ത പണം ഏത് അക്കൗണ്ടിലാണ് വരിക എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. KMCCയുടെ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വരിക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ 30 കോടിയും കൊടുത്തിരിക്കുന്നത് പൊതുസമൂഹമാണ്, ലീഗിന്റെ യൂണിറ്റുകളല്ല, മണ്ഡലം കമ്മിറ്റികളോ പഞ്ചായത്ത് കമ്മിറ്റികളോ അല്ല. സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, ജർമ്മനിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാർത്തയുണ്ട്. അപ്പൊ അവിടെയൊക്കെ വൻ സമ്പന്നരുണ്ട്. അത് മുസ്ലിം ലീഗുമായി അസോസിയേറ്റ് ചെയ്യുന്നവരാണ്. അവരുടെ കോടികൾ എത്രയായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല.
ഒരു സർക്കാരും ആവശ്യമില്ല, ഒരു സാംസ്കാരിക സെക്രട്ടറി ആവശ്യമില്ല, മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ നിധി ആവശ്യമില്ല. സത്യസന്ധമായി ചെയ്യണമെന്ന് മാത്രം. നാഷണൽ ലീഗിലല്ല. അപ്പോ ആ പണം കൂടി വന്നാൽ ഇത് എത്ര ഉണ്ടാവും? സാധാരണക്കാർ ലീഗിന് കൊടുക്കുന്നതിനൊരു അതിരുണ്ടല്ലോ. യൂണിറ്റുകൾ കൊടുക്കുന്നതും അതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യൂണിറ്റുകൾ ഒരു മാസത്തേക്ക് ഒരു കുടുംബത്തിന് 15,000 രൂപയാണ്. അത് നിങ്ങൾ തരണം എന്നും നിങ്ങൾക്ക് ഒരു കാസർകോട്ടെ ഒരു ഇടത്തരക്കാരനോട് പറഞ്ഞു. ഒരു കൊല്ലത്തേക്ക് ഒരു കുടുംബ പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റാനുള്ള ഉത്തരവാദിത്വം ഇന്നു മുതൽ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ദീർഘമായൊന്നും സംസാരിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഈ മുന്നെന്ന് പറയുന്ന യാതൊരു നിലപാട് ഞങ്ങൾ എടുക്കില്ല. ഏതെങ്കിലും ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ പത്രക്കാരെ വിളിക്കാൻ നമ്മൾ അത് മുമ്പേ സത്യസന്ധയുടെ ഭാഗമാണ്. കാരണം പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പല പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും ചില സമയത്താണ് അതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളോട് ഓഫർ ചെയ്തവരൊക്കെ ഒരു ചതിയായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആ മുന്നനുഭവങ്ങൾ മുൻനിർത്തിയാണ് വാർത്തയിൽ പറഞ്ഞത് സത്യസന്ധമായ രാഷ്ട്രീയം നമ്മൾ മുൻകൂട്ടിക്കണം എന്നുള്ളൊരു വാശിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു, നമ്മൾ നടത്തിയിട്ട് പത്രക്കാരെ വിളിക്കുകയും ചെയ്തു. എത്തിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർക്ക് പിന്തുണ നൽകാതെ വേണ്ടത്. ഇപ്പം നേരത്തെ പോലെ വയനാടിൻ്റെ വിഷയമാവട്ടെ നമ്മൾ എന്താ പറയുക സ്പിരിറ്റ് ഓഫ് ദ ടൈം ന്യൂസിന് സാധാരണ പത്രക്കാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആവശ്യമായ നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നില്ലാത്തതുകൊണ്ട് അവർക്ക് പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഒരു പറയാമെന്ന നിലക്കാണ് പരിപാടി നടക്കുന്നത്. രാവിലെയാണ് തലേ ദിവസമാണ് ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പത്രക്കാർക്ക് അയച്ചു കൊടുക്കി പിറ്റേന്ന് രാവിലെ പത്രക്കാരൊക്കെ വന്ന് അവിടെ നിന്ന് ആ വീടിൻ്റെ അന്നത്തെ ആ 8 കുടുംബങ്ങൾ താമസിക്കുന്ന മറ്റേതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സത്യസന്ധമായ രാഷ്ട്രീയം നമ്മൾ പിടിക്കുന്നുണ്ടെന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന് ഒരു 15,000 രൂപ ഒരു പാക്കേജ് നമ്മൾ പ്രഖ്യാപിച്ചത് നമുക്ക് അന്നാണ് ഒരു 15 സെൻറ്റ് സ്ഥലം ഇവർക്ക് ആരും ഓഫർ ചെയ്ത് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുത്തു. 25 സെൻറ്റ് സ്ഥലത്ത് 5 വീട്ടിൽ 50 അടിച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയാം എന്നുള്ളത് വോയിസുകൾ പരമാവധി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും പല വോയിസുകളും പുറത്തു വരുന്നു. ഈ വോയിസുകളൊക്കെ പറയുന്നത് ഇതിപ്പോൾ സ്വന്തം വീട് പണയം വെച്ചിട്ട് ഇപ്പോൾ ആരും കെട്ടിക്കൊടുക്കേണ്ടി വരും, ആരും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടത് കാസർഗോഡ് ജില്ലയിൽ പല പ്രശ്നങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അവരെ ഗ്രൂപ്പുകളിൽ നമ്മൾ സ്വയം കയറി വാർത്താ കുറിപ്പിറക്കി അവർക്ക് ഐക്യം വേണം എന്ന് പറഞ്ഞിട്ട് ഇറക്കി. അപ്പോൾ ഈ ഐക്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്തിനു വേണ്ടിയുള്ള ഐക്യമാണ്. അപ്പോൾ നമ്മൾ ഐക്യത്തിനെതിരല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ നാഷണൽ യൂത്ത് ലീഗും അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്വാഗതം ചെയ്തത് ആരും പുഷ്പിക്കാനല്ല, നമ്മളൊരു ഐക്യത്തിനെതിരാണ് എന്നൊരു ഐക്യത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നേതൃത്വം പോയി വീഴില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സംസ്ഥാന നേതൃത്വമാണ് ഏറ്റവും കൂടുതൽ അവരെ അതായത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിലാണ്. അവർ ജില്ലകൾ നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വലിയ ജില്ലകളിൽ നിന്ന് വീഴ്ചമായി ചെറിയ ജില്ലകളിൽ അത്യാവശ്യം അതാണ് നടക്കുന്നത്. മറ്റേവർ അറിയാവുന്നതിന് മുമ്പ് അതുപോലെ തന്നെ അവർ പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പിരിവ് നടത്തിയിട്ടുണ്ട്. സാഹിബ് സൗദം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല 3D ഫോട്ടോ പുറത്ത് റേഞ്ച് ഓവറൊക്കെ വെച്ചിട്ട് നല്ല 3D ഫോട്ടോ ഒക്കെ പുറത്ത് വന്നിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ കളങ്കര 360 കൊണ്ട് നോക്കി ഒരു ഫസ്റ്റ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് പറ്റിയത് അമ്പിളിയാണ്. ഓരെണ്ണ പറഞ്ഞു എംഎൽഎക്കും മുനിസിപ്പാലിറ്റി ചെയർമാൻ മുനീറിന്റെ ഏകദേശം കുടുംബം അവർ പ്രചരിച്ചത്. നമ്മുടെ തളങ്കര പടിഞ്ഞാറ് ഹാർബറിന്റെ മന്ത്രി അവിടെ പാർക്ക് 6 ഏക്കർ പാർക്കും ഹാർബറും സിറ്റി അഹമ്മദ് ഉണ്ടാക്കിയ അത് പൊളിച്ചു പണിയും. ഞാൻ ഒരു 3 കോടി രൂപ ഞാൻ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ചുക്ക് നടത്തില്ല. അതന്നെ ഏറ്റവും വലിയ അടിയായി. 360 ചരിത്രത്തിൽ പോയി അസീസ് കടപ്പോട്ട് ആശ്വാസത്തിൻ കൈത്തിരി നാളം തെളിയുന്നു അധസ്ഥിത
മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. ആശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. ഇരുണ്ട ഹൃദയ തലങ്ങളിൽ ആശ്വാസത്തിന്റെ മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ തലങ്ങളിൽ ആശ്വാസത്തിന്റെ മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി. ഇരുണ്ട ഹൃദയ തലങ്ങളിൽ ആശ്വാസത്തിന്റെ പണിയാറുക തോന്നി. സാമ്രാജ്യത്വ കഴുകന്മാരായി താക്കീതേരുക നാം. ലീഗിൽ അണിയണിയാൻ ആശ്വാസത്തിന്റെ സിന്ദാബാദ്. സാമ്രാജ്യത്വ കഴുകന്മാർ സിന്ദാബാദ്. രാഷ്ട്രം പണിയാൻ ഒരുമിച്ച് അണിചേരുക. കരുത്തരായി അണിചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയാൻ നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഒരു പ്രഭ വീശുന്ന നാട്ടിൽ ഹരിത പതാകവാൻ പറക്കും. വർദ്ധിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ട് മുന്നോട്ട്. സേട്ടു സാഹിബിൻ സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ ഭജനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങും മുഴങ്ങുന്നു. വർദ്ധിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. മില്ലത്ത് ബ്രിഗേഡ് എന്ന പേരിൽ ഒരു നല്ല ടീം കേരള വ്യാപകമായി ഏത് സമയത്ത് വിളിച്ചാലും ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിന്റെ മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിന്റെ മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ച് അണിചേരുക നാം. കരുത്തരായി അണിചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയാൻ നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാകവാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. വർദ്ധിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ ഭജനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങും മുഴങ്ങുന്നു. വർദ്ധിത ജനതയ്ക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു.
ആദർശത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ചണി ചേരുക നാം. കരുത്തരായിട്ടണി ചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയാൻ. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. വർദ്ധിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരി നാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ കരങ്ങൾ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.
ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. നീ തര